വീട്ടിലിരുന്നുകൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കാം. IGNOU കോഴ്സുകൾക്കായുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 UG പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. സ്ലീപ്പ് അഥവാ ഉറക്കം. സ്ലീപ്പ് is very crucial for brain function, memory formation and learning. നമ്മൾ കഴിഞ്ഞൊരു സ്റ്റഡി ടിപ്പ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നത് എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്ത്, ബ്രെയിൻ ഫങ്ഷൻ ആൻഡ് ഓൾ. ഈ എക്സസൈസ് എത്രമാത്രമാണോ നമ്മുടെ ഹെൽത്തിനെയും ബോഡിയെയും ബ്രെയിൻ ഫങ്ഷനെയും ഹെൽപ്പ് ചെയ്യുന്നത്, അതേ അളവിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ലീപ്പ്. സ്ലീപ്പ് നമുക്ക് പ്രോപ്പറായിട്ട്, ഉറക്കം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എൻറ്റയർ ബോഡിയെയും ഹെൽത്തിനെയും പല രീതിയിൽ ബാധിക്കുന്നതാണ്. പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാവുന്നതാണ്. സോ സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ മാക്സിമം ഒരു 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതാണ് സ്റ്റഡീസ് പറയാറുള്ളത്. ബട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പലതരത്തിലും ബിസി ആയിരിക്കും. നമുക്ക് ഒരുപാട് വർക്ക്സ് ചെയ്യാനുണ്ടാവും, ചെയ്ത് തീർക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടാവും. സോ ഇങ്ങനെയുള്ളപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6 hours എങ്കിലും കിടന്നിരിക്കണം, ഉറങ്ങിയിരിക്കണം. അതിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്റ്റ് അവർ ബോഡി ആൻഡ് അവർ ബ്രെയിൻ ഫങ്ഷൻ. സോ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ ഉറക്കത്തിന് മുമ്പായിട്ട് കുറച്ച് പഠിക്കുകയും ഉറക്കം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ സെയിം കാര്യം ഒന്ന് റിവൈസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം നമ്മൾക്ക് സ്റ്റഡീസിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഹായ്, ഹലോ, വെൽക്കം ടു Learnwise. അപ്പം നമുക്ക് IGNOU സിമ്പിളായി പഠിച്ചാലോ? സോ ഉറങ്ങുന്നതിന് മുമ്പായി ഒന്ന് പഠിക്കുക, സ്റ്റഡി ബിഫോർ ബെഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നത് ഒരു 10 മണി 11 മണിയാണെന്നിരിക്കട്ടെ. അതിൽ കൂടുതൽ പോകുന്നത് അഗൈൻ ഐ ആം സെയിങ് നമ്മുടെ ഹെൽത്തിനെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ഒരു 10 to 11 ഇടയ്ക്കാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു 9, ഏത് ടൈമാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റുട്ടീനിലുള്ള ടൈം ഏതാണോ, ആ കിടക്കുന്നതിന് മുമ്പ് അല്ലെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് ഫോണിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഹോൾ ടൈം അതിൽ വേസ്റ്റ് ആവും. പിന്നെ നമ്മൾ ആകെ ടയേർഡായിട്ട് കിടന്നുറങ്ങും. രാവിലെ എണീക്കുമ്പോൾ പിന്നെ ഹെഡേക്കായി, അതായി ഇതായി, ആകെ ഒരു ക്ഷീണമായിരിക്കും. ബട്ട് നമ്മൾ എനർജറ്റിക് ആയിട്ട് എണീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈമിൽ ഫുഡ് കഴിക്കുക, ഒരു 2 hours കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാനായിട്ട് നോക്കുക. ആ ഉറങ്ങുന്നതിന് ഒരു 10 to 15 minutes മുമ്പ് വരെ നിങ്ങൾ പഠിക്കാനുള്ള ഏത് ബുക്കാണോ അത് നിങ്ങൾ തുറന്നു വെച്ച്, അതിപ്പോൾ ഫ്ലാഷ് കാർഡ്സ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ നോട്ട്സ് ആവട്ടെ. നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പല രീതിയിലുള്ള സ്റ്റഡി ടെക്നിക്കുകൾ പറയുന്നുണ്ട്. അതിലേതെങ്കിലും സ്റ്റഡി ടെക്നിക്ക് യൂസ് ചെയ്താണ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ നോട്ട്സ് എടുത്ത് വെച്ചിട്ട് ഒരു 20 minutes അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങളതൊന്ന് വായിക്കുക, അല്ലെങ്കിൽ അതൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഡേ ടൈമിൽ എപ്പോഴെങ്കിലും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു കുറച്ച് സമയം കൊണ്ടൊന്ന് റിവ്യൂ ചെയ്യുക. ഇത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. ആൻഡ് വെൻ യു വേക്കപ്പ്, രാവിലെ എണീറ്റതിന് ശേഷം നിങ്ങളുടെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊരു അഗൈൻ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour ആ ബുക്ക് തുറന്നു വെച്ചിട്ട് ഈ കഴിഞ്ഞ രാത്രിയിൽ പഠിച്ച കാര്യം ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ച കാര്യങ്ങൾ, അതായത് തലേ ദിവസം എന്തൊക്കെയാണോ പഠിച്ചത് അല്ലെങ്കിൽ വായിച്ചത്, അത് പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറിയിലേക്ക് കൂടിയെത്തും. പെട്ടെന്ന് റീകോൾ ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. അതായത് നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബോഡി എല്ലാം വളരെ കാമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ബ്രെയിനിലേക്ക് എന്തൊക്കെയാണോ ഫീഡ് ചെയ്യുന്നത് ആ സാധനം അവിടെ ഇരുന്ന് വളരെ നന്നായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് നമ്മൾ മോർണിംഗിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സെയിം കാര്യം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റീകോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ട് സ്ക്രീനിലേക്ക്, അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇങ്ങനെയുള്ള ഫോണിൽ നമ്മൾ പല കാര്യങ്ങളും നോക്കുന്നതിന് പകരം അതേ സമയത്ത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ്സിൻ്റെ ഒപ്പം നിങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ സ്റ്റഡി ടിപ്പുകളൊക്കെ തന്നെ, അപ്പോൾ എന്നാൽ പിന്നെ ഇത് മാത്രം ചെയ്താൽ മതി എന്ന് വിചാരിക്കരുത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്റ്റഡി മെത്തേഡുകൾ നിങ്ങളുടെ സ്റ്റഡീസിലേക്ക്, നിങ്ങളുടെ സ്റ്റഡി റുട്ടീനിലേക്ക് കൊണ്ടുവരുന്നത് വളരെയധികം നല്ലതാണ്. ആ സ്റ്റഡി റുട്ടീനോടൊപ്പം
നിങ്ങൾ ഇങ്ങനെ ഒരു റുട്ടീനും കൂടെ ശീലമാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും ടൈമുകളിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടിരിക്കുകയാണ്, അല്ലെ മറ്റെന്തെങ്കിലും കോമ്പറ്റീഷൻസ്, അല്ലെ ഡിബേറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ പഠിച്ച് അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിയുമ്പം ഇത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് നമ്മൾ ഏതൊരു കാര്യവും നമ്മളൊരു റുട്ടീനാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ടെക്നിക്ക്, അതായത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 1 hour അല്ലെങ്കിൽ ഒരു ½ an hour നിങ്ങൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങൾ ആ 1 hour ഒന്നുകൂടെ ഈ പഠിച്ച കാര്യങ്ങൾ അല്ലെ വായിച്ച കാര്യങ്ങളൊന്ന് ഒന്ന് റീകോൾ ചെയ്തെടുക്കാനായിട്ടും ശ്രമിക്കുക. സോ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ, ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ മെമ്മറീസിനെ ഓർഗനൈസ് ചെയ്യും. സോ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ബ്രെയിൻ അതെല്ലാം ഓർഗനൈസ് ചെയ്ത് അതിനെ ലെവലപ്പ് ആക്കി വയ്ക്കും. ആൻഡ് വെൻ യു വേക്കപ്പ്, രാവിലെ ആകുമ്പോഴത്തേനും നമ്മൾ അഗൈൻ ഈ സെയിം കാര്യം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് റീകോൾ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. സോ ഇതിനെ ബേസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പഠിക്കുന്നത് എത്രമാത്രം എഫക്റ്റീവാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കിൽ ഒരു റിസർച്ചറായ സ്കോട്ട് കെർണി പറഞ്ഞ ഇതേ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞതാണ്. വെൻ യു ആർ അവേക്ക് യു ലേൺ ന്യൂ തിങ്സ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ബട്ട് വെൻ യു ആർ അസ്ലീപ്പ് യു റിഫൈൻ ദം. പക്ഷെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ അതിനെയൊക്കെ ഒന്ന് പരിഷ്കരിക്കുന്നു. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു റിട്രൈവ് ദം ആൻഡ് അപ്ലൈ ദം കറക്റ്റ്ലി വെൻ യു നീഡ് ദം മോസ്റ്റ്. അപ്പോൾ ഇതെന്താണ്, ഇത് നമുക്ക് ഈസിയർ ആക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിനെ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതി, ഈ ഒരു പ്രവർത്തനം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹൗ വി ലേൺ, ബട്ട് ഓൾസോ ഫോർ ഹൗ വി മൈറ്റ് ഹെൽപ്പ് റീറ്റെയിൻ ബ്രെയിൻ ഫങ്ഷൻസ്. സോ ഇത് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതും അതേപോലെ തന്നെ ഹൗ വി മൈറ്റ് ഹെൽപ്പ് റീറ്റെയിൻ ബ്രെയിൻ ഫങ്ഷൻ, നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ നമ്മൾ എങ്ങനെ റീറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നതിലും വളരെയധികം സഹായിക്കുന്നൊരു രീതിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായി പഠിക്കുകയും ഉറങ്ങിയതിന് ശേഷം നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിൽ ഈ ഒരു ബ്രെയിൻ ഫങ്ഷൻ നടക്കുകയും ബ്രെയിൻ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുകയും ഈ ഓർഗനൈസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് രാവിലെ എണീറ്റ് ഇതേ കാര്യം നമ്മൾ എടുത്തൊന്ന് റിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ റീകോൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കിതെല്ലാം ഓർമ്മയിൽ വരികയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. സോ നമുക്ക് ഒരുപാട് സമയം പഠനത്തിലേക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക അല്ലെ വേസ്റ്റ് ചെയ്യുന്നതിനോട് ആർക്കും തന്നെ താല്പര്യമില്ല അല്ലേ. എത്ര കുറച്ച് സമയം കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും നമുക്ക് സന്തോഷമായിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒരു സ്റ്റഡി ടെക്നിക്കും യൂസ് ചെയ്യാതെ നമ്മൾ വെറുതെ ബുക്കും തുറന്നു വെച്ച് ഇങ്ങനെ മണിക്കൂറുകളോളം വേസ്റ്റ് ചെയ്യാണ്. സോ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 10 സ്റ്റഡി ടെക്നിക്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ 10 ടെക്നിക്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്, 10 എന്ന് പറയുന്നില്ല, 8 സ്റ്റഡി ടെക്നിക്കുകളാണ് മെയിനായിട്ടും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ബാക്കി 2 എണ്ണം നിങ്ങളുടെ എവറിഡേ റുട്ടീനിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്പുകളാണ്. ഈ എക്സസൈസും നിങ്ങൾ ഉറക്കത്തിന് മുമ്പായിട്ട് പഠിക്കുക എന്നുള്ള സ്റ്റഡി ബിഫോർ ബെഡ് എന്നും പറയുന്നത്. സോ ഈ ടെക്നിക്കുകളെല്ലാം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നിങ്ങളുടെ എക്സാമിനാണെങ്കിലും നിങ്ങളുടെ പ്രസൻറ്റേഷനാണെങ്കിലും സെമിനാർ, ഡിബേറ്റ്സ്, വാട്ടെവർ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് മെമ്മറിയിൽ നിന്നും എടുക്കേണ്ടതായ പല അവസരങ്ങളുള്ളപ്പോഴും നിങ്ങൾക്ക് ഈ സ്റ്റഡി ടെക്നിക്കുകൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പല ആങ്സൈറ്റി ഇഷ്യൂസ്, നമുക്കറിയാം എക്സാം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ രാത്രി ഫുള്ളിരുന്ന് പഠിക്കും, നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീക്കുമ്പം ആകെ ഹെഡേക്കും, എന്ത് ചെയ്യും, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ, എക്സാമിന് പോയി ഇരിക്കുമ്പോഴാണെങ്കിലും ഞാൻ എല്ലാം മറന്നുപോയി, ആകെ ടെൻഷനായി. അപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡികൾ അല്ലെങ്കിൽ സ്റ്റഡി ടെക്നിക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. സോ ഇത് നിങ്ങളെ വളരെയധികം ഹെൽപ്ഫുൾ ആക്കുകയും നിങ്ങളുടെ സ്റ്റഡി ടൈം മോർ ഇഫക്റ്റീവ് ആക്കുകയും ചെയ്യുന്നതാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾ ഈ 10 സ്റ്റഡി ടെക്നിക്കുകളിൽ ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 നിങ്ങളുടെ
പഠനത്തിൽ നിങ്ങൾ യൂസ് ചെയ്യുകയും നിങ്ങളതിൽ റിസൾട്ട് കണ്ടെത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സ്റ്റഡി ടെക്നിക്കുകൾ നിങ്ങളെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ബിക്കോസ് വി ആർ വെയിറ്റിംഗ് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ആ ഒരു സ്റ്റഡീസിൽ ആ ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. സോ അത് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും. സോ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മളെ ഇത് അറിയിക്കേണ്ടതാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾക്ക് ഡിഗ്രിയോ PGയോ പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ Learnwise ഈസ് ഹിയർ. യു ക്യാൻ കോൺടാക്ട് അസ് എനി ടൈം. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Learnwise ഈസ് പ്രൊവൈഡിങ് 13 ഡിഗ്രി പ്രോഗ്രാം ആൻഡ് 2 PG പ്രോഗ്രാംസ്. സോ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് Learnwiseനെ കണക്ട് ചെയ്യാവുന്നതാണ്. ഡിഗ്രി എന്ന സ്വപ്നം നിങ്ങൾ വെറുതും സ്വപ്നമായിട്ട് മാത്രം വെക്കാതെ അതിനെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് തരുന്ന ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്, ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് Learnwise. ഇതിനെക്കുറിച്ച്, അതായത് Learnwiseനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്നൊരു കോൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ നിന്നും പറഞ്ഞു തരുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് ആപ്പിനെ പറ്റിയിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അഗൈൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോസും നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോസൊക്കെ തന്നെ ഷെയർ ചെയ്ത് അവരെയും നിങ്ങൾ മോട്ടീവ് ചെയ്യേണ്ടതാണ്. സോ ഇതിനെപ്പറ്റി അറിയാനായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ മേക്ക് യുവർ ഡ്രീം കം ട്രൂ ത്രൂ Learnwise. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.